സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര വിതരണ വേദിയിൽ തിളങ്ങി മീഡിയ വൺ. മികച്ച അന്വേഷണാത്മക മാധ്യമപ്രവർത്തകനുള്ള പുരസ്കാരം മുഹമ്മദ് ഷംസീർ ഏറ്റുവാങ്ങി. പൊതുവിഭാഗത്തിൽ മികച്ച ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുടകിലെ കുഴിമാടത്തിന്റെ സംവിധായകൻ CM ഷരീഫും പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിന് മീഡിയ വണ്ണിന് വേണ്ടി ജനറൽ മാനേജർ PBM ഫർമീസും പുരസ്കാരം കൈപ്പറ്റി. 2022-23 വർഷങ്ങളിലെ ടെലിവിഷൻ അവാർഡുകളുടെ വിതരണമാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നത്. പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ടെലിവിഷൻ മേഖല സർഗാത്മകമായി നവീകരിക്കപ്പെടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുതുക്കാഴ്ചകളുടെ ലോകത്തിൽ സ്വീകരണ മുറിയിലെ ടെലിവിഷൻ സർഗാത്മകമായ വെല്ലുവിളി നേരിടുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുവെയുള്ള എല്ലാ TV പരിപാടികളുടെയും ഉള്ളടക്കത്തിന്റെ നിലവാരം, അവതരണ രീതിയും കാലോചിതമായി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അധ്യാപകരുടെ പ്രസവാവധി തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണ പരമ്പരയ്ക്ക് മീഡിയ വൺ സീനിയർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് മുഹമ്മദ് ഷംസീർ മികച്ച അന്വേഷണ മാധ്യമ പ്രവർത്തകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മുഹമ്മദ് ഷംസീർ പരിപാടി പ്രസവ അവധി തട്ടിപ്പ്. സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകർ പ്രസവ അവധി എന്ന മീഡിയ വൺ നിർമ്മിച്ച കുടകിലെ കുഴിമാടങ്ങൾ എന്ന ഡോക്യുമെന്ററി 2023 പൊതുവിഭാഗത്തിൽ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്യുമെന്ററിയുടെ സംവിധായകൻ CM ഷരീഫും ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിന് മീഡിയ വണ്ണിന് വേണ്ടി ജനറൽ മാനേജർ PBM ഫർമീസും പുരസ്കാരങ്ങൾ കൈപ്പറ്റി. മികച്ച ഡോക്യുമെന്ററി ജനറൽ കുടകിലെ കുഴിമാടങ്ങൾ, സംവിധാനം CM ഷരീഫ്, നിർമ്മാണം മീഡിയ വൺ TV. വയനാട്ടിൽ നിന്ന് കുടകിലേക്ക് തൊഴിൽ തേടി പോകുന്ന ആദിവാസി വിഭാഗക്കാരുടെ അസ്വാഭാവിക തിരോധാനവും 2 വർഷങ്ങളിലേതായി പുരസ്കാരങ്ങൾക്ക് അർഹരായ 100-ലധികം പ്രതിഭകൾ ചടങ്ങിൽ ആദരിക്കപ്പെട്ടു. മീഡിയ വൺ, തിരുവനന്തപുരം.